കേട്ടിരിക്കുന്നത് 91 സങ്കീർത്തനം, 114 സങ്കീർത്തനം, 121 സങ്കീർത്തനം, 123 സങ്കീർത്തനം, 100 സങ്കീർത്തനം. അത് ഞാൻ പാട്ടായിട്ട് പാടും. 91 സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിപ്പിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയുള്ള ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിക്കും സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, ഞാൻ നിന്നെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു, അത്യുന്നതൻ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ കടക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിനെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് സൃഷ്ടി വരും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. 114 സങ്കീർത്തനം. ഇസ്രായേലിൽ നിന്നും യാക്കോബിന്റെ മൃഗം അന്യഭാഷകളുടെ ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങി. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ, കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ നീ ഉള്ളി. സമുദ്രമേ നീ ഓടുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത്. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെ, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നത്. ഭൂമിയെ ഈ കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിതയ്ക്കാം. അവൻ പാറയെ ജലതടാകവും തീക്കണ്ണിനെ നീരുറയുമാക്കിയിരിക്കുന്നു. 121 സങ്കീർത്തനം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ എന്റെ യഹോവയിൽ നിന്നും വരുന്നു. നിന്നെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതുകൊണ്ട് നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ അഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 123 സങ്കീർത്തനം. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവർ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണു ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്കും അവൻ ഞങ്ങളോട് കൃപ ചെയ്യുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. യഹോവേ,